ഞാൻ പഴിഞ്ഞു വീഴുകയും ഗീത അയാളുടെ മുഖം വ്യക്തമായി കാണുകയും ചെയ്തിരുന്നു. പക്ഷെ ഗീതയോ അവളുടെ അച്ഛനോ ഈ വിവരം പോലീസിൽ അറിയിക്കാൻ തയ്യാറായില്ല. പിന്നീട് അയൽവാസികളിൽ നിന്നുമാണ് ഈ ന്യൂസ് ലീക്കായതും അവസാനം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ ചെവിയിലെത്തിയതും. തീർച്ചയായും പല്ലവിയെയും ഗീതയെയും ആക്രമിച്ച വ്യക്തിയാണ് ഗീതയെയും ആക്രമിച്ചത് എന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് ഉറപ്പുണ്ടായിരുന്നു. ഗീത അയാളുടെ മുഖം കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ആളെ ഇനി കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമോ എന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അവളോട് ചോദിച്ചു. അതിന് ഗീത നൽകിയ മറുപടിയാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. കേസിൽ ഇങ്ങനെയൊരു ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പോലും കരുതിയിരുന്നതല്ല. 1997 ജനുവരിയിൽ ചിത്രദുർഗയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിന് മുന്നോടിയായുള്ള പ്രാക്ടീസിനിടെ ഞാൻ അയാളെ വീണ്ടും കണ്ടു എന്നും അയാൾ ഒരു പോലീസുകാരനാണ് എന്നുമായിരുന്നു ഗീതയുടെ ഞെട്ടിക്കുന്ന ആ വെളിപ്പെടുത്തൽ. ഇത് കേട്ട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഒന്നടങ്കം ഞെട്ടി. ഒന്ന് വ്യക്തമായി പറയൂ എന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ അക്ഷമയോടെയുള്ള ചോദ്യത്തിന് ഗീത മറുപടി പറഞ്ഞു. അടുത്തിടെയാണ് ഞാൻ ഹോംഗാർഡിൽ ജോയിൻ ചെയ്തത്. അതിനാൽ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ എനിക്കും അവസരം ലഭിച്ചിരുന്നു. പരേഡിന് മുന്നോടിയായുള്ള പ്രാക്ടീസിൽ പങ്കെടുക്കാനായി ഗ്രൗണ്ടിലെത്തിയപ്പോഴാണ് പരേഡിന് വേണ്ടി ഗ്രൗണ്ട് തയ്യാറാക്കിയിരുന്ന കുറച്ച് പോലീസുകാരെ ഞാൻ കണ്ടത്. അതിൽ അയാളും ഉണ്ടായിരുന്നു. അയാളുടെ നെറ്റിയിൽ ഒരു മുറിവായിട്ടുണ്ട്. അത് തന്റെ അച്ഛൻ കല്ലെറിഞ്ഞപ്പോൾ ആയതാണ്. തന്നെ ആക്രമിച്ചത് ആ പോലീസുകാരൻ തന്നെയാണെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും പേടി കാരണമാണ് ഈ വിവരം പുറത്തു പറയാതിരുന്നത് എന്നുമാണ് ഗീത പറഞ്ഞത്. ഇതോടെ റിപ്പബ്ലിക് ദിന പരേഡിന് മുന്നോടിയായി ഗ്രൗണ്ടിൽ ജോലികൾ ചെയ്തിരുന്ന പോലീസുകാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നു. അതിൽ ഗീത അയാളെ